കംപ്ലീറ്റിംഗ് +2 കമ്പ്യൂട്ടർ സയൻസ്. +2 കമ്പ്യൂട്ടർ സയൻസ് ഒരു സബ്ജക്റ്റായിട്ട് എടുത്തവരാണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം കേട്ടോ. പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, കമ്പ്യൂട്ടർ സയൻസിന് ശേഷം +2 കമ്പ്യൂട്ടർ സയൻസിന് ശേഷം ഞാൻ ഏത് സ്ട്രീമിലോട്ട് പോകും, അല്ലെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യും. സോ ഇങ്ങനെ ഡൗട്ട്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പലയിടത്തു നിന്നുള്ള അഭിപ്രായം ഞാൻ കേട്ടിട്ടുണ്ട്, +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് നേരെ പോകുന്നത് IT അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് മാത്രമാണ്. അവർക്ക് ആ ഒരു ഫീൽഡിൽ മാത്രമായിരിക്കും ഓപ്ഷൻസ് അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യാനായിട്ട് പറ്റുക. അത് തികച്ചും തെറ്റാണ് കേട്ടോ. നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒട്ടനവധി മേഖലകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മാത്രം നിങ്ങൾ ഓരോ കോഴ്സുകളും സെലക്ട് ചെയ്യാനായിട്ട് ഓപ്റ്റീവായി നോക്കുക. സോ +2 കമ്പ്യൂട്ടർ സയൻസ് ശേഷം ഒരു സ്റ്റുഡൻറ്റിന് ആദ്യം തന്നെ മനസ്സിൽ ഓടി വരുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തികച്ചും എഞ്ചിനീയറിംഗ് ഫീൽഡ് തന്നെയാണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡാണ്. എഞ്ചിനീയറിംഗ് ഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTech അഥവാ ബാച്ചുലർ ഓഫ് എഞ്ചിനീയറിംഗ് BE കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രമല്ല, മറ്റുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡും അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, ഫുഡ് ടെക്നോളജി ഉണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഫീൽഡ് അവർക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാം. അതുമാത്രമല്ല, എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നവർക്ക് ആഡ് ഓൺ കോഴ്സുകളായിട്ട് ഒട്ടനവധി കോഴ്സസും അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആഡ് ഓൺ കോഴ്സുകൾ ചൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോഴ്സിന് ശേഷം പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്യുന്നത് MNC കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ഹയർ ചെയ്യുന്നത് ആഡ് ഓൺ കോഴ്സ് ചൂസ് ചെയ്ത സ്റ്റുഡൻസിനെ. ആഡ് ഓൺ കോഴ്സുകളായിട്ട് എന്തൊക്കെയാണ് ചൂസ് ചെയ്യാൻ, എന്തൊക്കെ കോഴ്സുകളാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ നമുക്ക് റോബോട്ടിക്സ് പറയാം. അതുപോലെ AI ML ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുന്നുണ്ട്, നാനോ സയൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡേറ്റ സയൻസ് തുടങ്ങിയ ഒട്ടനവധി ചൂസിങ് ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. BTech കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് BTechന് ശേഷം നേരെ ഹയർ ഓപ്ഷൻസ് ആയ MTechഉം ചൂസ് ചെയ്യാവുന്നതാണ്. MTechൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സുകൾ MTechനകത്ത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. സോ ഈ ഒരു ആഡ് ഓൺ കോഴ്സ് നിങ്ങളെ ഒരുപാട് ഉപകാരപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫർദർ ലൈഫ് സ്റ്റൈൽ, അതായത് ഒരു കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബേസ് ചെയ്ത് മാത്രമായിരിക്കണം ആഡ് ഓൺ കോഴ്സും ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റോബോട്ടിക്സ് ഫീൽഡിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ആയിട്ട് റോബോട്ടിക്സ് തന്നെ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ MTechലോട്ട് വരുമ്പോൾ മാസ്റ്റേഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് റോബോട്ടിക്സിൻ്റെ മാസ്റ്റേഴ്സ് കോഴ്സ് നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മാത്രം നോക്കിക്കൊണ്ട് മാത്രം എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, മറ്റുള്ള ആഡ് ഓൺ കോഴ്സുകൾ ആയിക്കോട്ടെ എല്ലാം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ ബാച്ചുലർ കോഴ്സുകളാണ്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണ് ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചുലർ കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളാണ്. BSc ഉണ്ട്, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ BCA വരുന്നുണ്ട്, ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ തന്നെ ഹയർ ഓപ്ഷൻസ് നമുക്ക് സ്റ്റഡീസ് ഉണ്ട്. അതായത് BSc ആണെന്നുണ്ടെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട്. അതുപോലെ BC ആണെന്നുണ്ടെങ്കിൽ MCA വരുന്നുണ്ട്, മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ഡിഗ്രി ഫീൽഡ് വരുമ്പോഴത്തേക്കും നമുക്ക് BCA + MCA എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് ഡിഗ്രി കോഴ്സും പ്ലസ് PG കോഴ്സും കൂടെ ചേർന്നിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് 5 ഇയർ കോഴ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. BCA + MCA എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകാൻ താല്പര്യമില്ലാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിഗ്രി കോഴ്സുകളായിട്ടുള്ള ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ആഫ്റ്റർ ദ കോഴ്സ് കംപ്ലീഷൻ പെട്ടെന്ന് തന്നെ ജോലി നേടാനുള്ള സാധ്യത വളരെയേറെ കൂടുതലുള്ള ഒരു കോഴ്സുകളാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി കോഴ്സ് വേണ്ട, ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സൊന്നും തന്നെ വേണ്ട, അതിനകത്തൊന്നും താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മൂന്നാമത്തെ കാറ്റഗറി ആയിട്ടുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോഴ്സുകളിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് BSc കോഴ്സുകളാണ്, ഡിഗ്രി കോഴ്സുകൾ തന്നെയാണ്. BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഏത് കോഴ്സിനകത്താണ്, കെമിസ്ട്രി പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കെമിസ്ട്രി പഠിച്ചതിന് ശേഷം എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ റിസർച്ച് ഫീൽഡിലോട്ടോ ആണ് പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സുകൾ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കൂടാതെ തന്നെ നമുക്ക് വരുന്നുണ്ട് സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഡേറ്റ സയൻസ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് തുടങ്ങിയ കോഴ്സുകളും ഈ ഒരു സബ്ജക്ട് ഓറിയന്റഡ് കോഴ്സിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി എഞ്ചിനീയറിംഗും ഡിഗ്രി കോഴ്സുകളും ഒന്നും താല്പര്യമില്ല, എനിക്ക് എൻ്റെതായ ഒരു കഴിവ് പ്രകടിപ്പിക്കണം, എനിക്ക് ഡിസൈൻ ചെയ്യാൻ നല്ല രീതിയിലുള്ള കഴിവുണ്ട്,
സോ ആ ഒരു കഴിവ് ഒന്നും കൂടെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഡിസൈനിങ് കോഴ്സ് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നാലാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ഡിസൈനിങ് കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. BVA, ബാച്ചുലർ ഓഫ് വിഷ്വൽ ആർട്സ്. ഈ ഒരു കോഴ്സിനകത്ത് 4 സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ് ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റീരിയർ ഡിസൈനിങ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, ഗെയിം ഡിസൈനിങ് ഉണ്ട്, പ്രോഡക്റ്റ് ഡിസൈനിങ് ഉണ്ട്. സോ നീ ഈ 4 ടോപ്പിക്സ്, അതായത് ഈ 4 കോഴ്സുകൾ കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതാണ് നിങ്ങളുടെ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഡിസൈനിങ് കരിയർ ബിൽഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതൊന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ല, ഇനി നിങ്ങളുടെ ഇൻട്രസ്റ്റ് കുറച്ചും കൂടെ വെറൈറ്റി മാർക്കറ്റിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ് ഫീൽഡിലോട്ടാണ് നിങ്ങൾക്ക് ഇനി പോകേണ്ടത്, ബാങ്കിങ് സെക്ടറിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം. സോ അങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് 5th കാറ്റഗറിയിൽ വരുന്നത്. മാർക്കറ്റിംഗ് ഫീൽഡ് അല്ലെങ്കിൽ ഓൺ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BBA കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യാം. BBA തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻസ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. BBAയിൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഉണ്ട്. അതുകൂടാതെ BBAയിൽ ഏവിയേഷൻ കോഴ്സും എടുക്കാം. ഇപ്പം ഏവിയേഷൻ ഫീൽഡിലാണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഏവിയേഷൻ കോഴ്സ് എടുത്ത് ഏവിയേഷൻ ഫീൽഡിലോട്ടും തിരിയാം. ഇതല്ല, നിങ്ങൾക്ക് ഇനി BCOMിനാണ് ഇൻട്രസ്റ്റ് കൂടുതലെന്നുണ്ടെങ്കിൽ BCOM ഏവിയേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഏവിയേഷൻ ഫീൽഡിലോട്ട് പോകാം. അതുപോലെ തന്നെ BCOM സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നും പറഞ്ഞുള്ള ഫീൽഡ് എടുക്കാം. സോ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക, BBA കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നോളജബിൾ ആയിരിക്കും BCOMിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് കൂടാതെ തന്നെ BCOMിനകത്ത് നിങ്ങൾക്ക് CMAയും ACCAയും സ്പെഷ്യലൈസ്ഡ് കോഴ്സായിട്ട് എടുത്ത് പഠിക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇനി നിങ്ങൾക്ക് BCOMും BBA ഒന്നും വേണ്ട, BSW എടുക്കാനാണ് താല്പര്യം, സോഷ്യൽ വർക്കിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSW എടുത്തിട്ട് ഹയർ ഓപ്ഷൻസ് ആയിട്ട് MSW എടുത്ത് എബ്രോഡൊക്കെ പോയി സെറ്റിൽ ആവാനുള്ള നല്ല ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഒരു ടേസ്റ്റും അറിഞ്ഞ് മാത്രം ചൂസ് ചെയ്യാൻ നിൽക്കുക. കാര്യം നിങ്ങൾ എടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഒരു ചേഞ്ചിങ് ഈ ഒരു കോഴ്സിൽ നിന്നും ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന് തന്നെ ഫർദർ ഹയർ ഓപ്ഷൻസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് 6th കാറ്റഗറി വരുന്നത്. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സ്റ്റുഡൻസിന് ബേസ് ചെയ്തിട്ടുള്ള ആർട്സ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബാച്ചുലർ ഓഫ് ആർട്സ് BAയിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സിനോട്, BA പൊളിറ്റിക്കൽ സയൻസിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹിസ്റ്ററി താല്പര്യം, അതായത് നിങ്ങൾക്ക് ചരിത്രപരമായിട്ട് എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BA ഹിസ്റ്ററി എടുക്കാം. സോ ഏത് കോഴ്സിനോടാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ബാച്ചുലർ ഓഫ് ആർട്സിനകത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷൻസും ഉണ്ട്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്തെന്നും പറഞ്ഞിട്ട് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ എന്ത് ചെയ്യും, ഇനി കമ്പ്യൂട്ടർ സയൻസ് ആയിപ്പോയില്ല ഞാൻ എടുത്തത് എന്ന് ടെൻഷനായി നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് 7th കാറ്റഗറി എന്ന് പറയുന്നത്. 7ാമത്തെ കാറ്റഗറിയിൽ നമുക്ക് വരുന്നത് GNM പോലുള്ള ഡിപ്ലോമ കോഴ്സുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അതായത് നഴ്സിംഗ് ഫീൽഡിലോട്ടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GNM ചൂസ് ചെയ്തുകൊണ്ട് 3 വർഷത്തെ GNM കോഴ്സ് എടുത്തതിന് ശേഷം ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പോസ്റ്റ് BSc എടുത്തുകൊണ്ട് BScയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് BSc നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ ചൂസ് ചെയ്തുകൊണ്ട് പാരാമെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് DMLT ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്, DMIT ഡിപ്ലോമ ഇൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതായത് നമ്മളെ റേഡിയോളജി ടെക്നോളജിയിൽ വരുന്നുണ്ട്. അതുപോലെ DPharm കോഴ്സ്. സോ ഫാർമസിയിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, മെഡിക്കൽ ഫീൽഡ് തന്നെ ഫാർമസിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് DPharm കോഴ്സ് ചൂസ് ചെയ്തുകൊണ്ട് ഫാർമസി ഫീൽഡിലോട്ട് തിരിയാവുന്നതായിട്ടുള്ള ഓപ്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട്. ഫാർമസി കോഴ്സൊക്കെ ചൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ബേസ് ചെയ്തിട്ട് ഒരുപാട് പഠിക്കാൻ കാണും. പക്ഷെ നിങ്ങൾക്ക് കെമിസ്ട്രി ഏറ്റവും കൂടുതൽ താല്പര്യമില്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്തിട്ട് കാര്യമില്ല, ഫാർമസിയിൽ സെറ്റിൽ ആവാം എന്നും പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സബ്ജക്ട്സ് വരുന്നത് കെമിസ്ട്രി ബേസ് ചെയ്താണ്. സോ കെമിസ്ട്രി ഫോർമുലാസും അതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ചൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാറാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് സബ്ജക്ട്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഫീൽഡ് ആയിക്കോട്ടെ, ഫർദർ എന്തൊക്കെ ഹയർ ഓപ്ഷൻസ് വരും എന്നുള്ളതെല്ലാം കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം ഓരോ സബ്ജക്ട്സും ചൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, നെക്സ്റ്റ് ഒരു 2 കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ 1ആയിട്ടോ 2ആയിട്ടോ തിരിക്കാം. അപ്പം 8th 9th കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി 8th 9th എന്ന് പറയുന്ന കാറ്റഗറി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കണം മീൻസ്, അതായത് നിങ്ങൾക്ക് +2 കമ്പ്യൂട്ടർ സയൻസിന് ശേഷം ആ ഒരു സ്റ്റുഡൻറ്റിന് എഞ്ചിനീയറിംഗ് ഫീൽഡ് അല്ലെന്നുണ്ടെങ്കിൽ IT ഫീൽഡ് പഠിക്കുകയും വേണം. പക്ഷെ എന്നാൽ ഒരുപാട് വർഷമൊന്നും എനിക്ക് കളയാനില്ല, പെട്ടെന്ന് തന്നെ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് ഒരു ജോബിലോട്ട് സെക്യൂർ ചെയ്ത് മാറണം എന്നൊരു ചിന്തിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ കോഴ്സുകളാണ് ഇത്. ഫസ്റ്റ് വൺ, അതായത് 8th കാറ്റഗറി എന്ന് പറയുന്നത് ഡിപ്ലോമ കാറ്റഗറിയാണ്. IT ഫീൽഡുകളിൽ തന്നെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. 1 or 2 ഇയറിനുള്ളിൽ എൻഡ് ചെയ്യാൻ പറ്റുന്ന ഡിപ്ലോമ കോഴ്സുകളാണ്.
ഇപ്പം IT ഫീൽഡ് തന്നെ ഡിപ്ലോമ ഇൻ IT ഉണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ടെക്നോളജി വരുന്നുണ്ട്, ആനിമേഷൻ വരുന്നുണ്ട്, വെബ് ഡിസൈനിങ് വരുന്നുണ്ട്, തുടങ്ങിയ ഡിപ്ലോമ കോഴ്സുകൾ ഒട്ടനവധി നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1 or 2 ഇയേഴ്സിനുള്ളിൽ നമുക്ക് എൻഡ് ചെയ്ത് നമുക്ക് നമ്മളുടെ ജോബ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിലൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഡിഗ്രി കോഴ്സുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എൻ്റയർ കോഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് പഠിക്കുന്നില്ല. പക്ഷേ ഏറ്റവും അത്യാവശ്യവും ഇമ്പോർട്ടൻസും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിപ്ലോമ കോഴ്സിൽ കവറപ്പ് ചെയ്യുന്നത്. ഇതുപോലെ സെയിം എക്സാക്ട് തന്നെയാണ് 9th കാറ്റഗറി വരുന്നത്. 9th കാറ്റഗറി വരുമ്പോഴത്തേക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് വരുമ്പോഴത്തേക്ക് മേ ബി ഒരു 1 year 6 months 8 months ഒക്കെ നീളുന്ന ഒരു കോഴ്സുകളായിരിക്കും. ഇതിനകത്ത് നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകളായിട്ട് പറയാനായിട്ട് സാധിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പൈത്തൺ ഉണ്ട്, ഡേറ്റാബേസ് മാനേജ്മെന്റ് ഉണ്ട്, ജാവ, എത്തിക്കൽ ഹാക്കിംഗ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോഗ്രാമായ C++, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം സർട്ടിഫിക്കേഷൻ കോഴ്സുകളായിട്ട് വരുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ പഠിക്കാം. ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസും നോക്കി മാത്രം ഓരോ കോഴ്സുകൾ ചൂസ് ചെയ്യുക. +2 കമ്പ്യൂട്ടർ സയൻസിന് ശേഷം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളായിക്കോട്ടെ, ഫീൽഡുകളായിക്കോട്ടെ ഒട്ടനവധി തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആഫ്റ്റർ +2 കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മാത്രമാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. So wait until the next video for commerce students. After the completion of +2 commerce, what are the courses and opportunities? See you soon.